കേരളത്തിലെ CPM-ന്റെ ഏറ്റവും ശക്തമായ ചുവപ്പുകോട്ട ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരുകാർ ആദ്യം പറയുന്ന പേര് പയ്യന്നൂർ എന്നായിരിക്കും. പക്ഷേ ആ കോട്ടയ്ക്കുള്ളിൽ ഇപ്പോൾ പുകയുന്നത് കേവലം ഒരു രാഷ്ട്രീയ തർക്കമല്ല. സ്വന്തം രക്തസാക്ഷിയുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച പണത്തിൽ ലക്ഷ്യങ്ങളുടെ കുറവ്, പാർട്ടി ഓഫീസ് പണിയാൻ പിരിച്ച തുകയിൽ വൻ ക്രമക്കേട്. എന്താണ് പയ്യന്നൂർ CPM-ൽ നടക്കുന്നത്? എന്താണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന നേതാവ് തുറന്നു പറയുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. വിപ്ലവ പാരമ്പര്യത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു മാഫിയ സംഘമായി മാറുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. ഒരു കാലത്ത് CPM-ന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന പയ്യന്നൂരിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത് മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് സ്വന്തം രക്തസാക്ഷിയുടെ ചോരയിൽ വരെ ലാഭം കൊയ്ത നേതാക്കളുടെ അഴിമതി കഥകളാണ്. 2016 കൊല്ലപ്പെട്ട CV ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പാവപ്പെട്ട പ്രവർത്തകർ കഷ്ടപ്പെട്ട് പിരിച്ചെടുത്ത ലക്ഷ്യങ്ങളാണ് പാർട്ടി നേതാക്കൾ മുക്കിയത്. രക്തസാക്ഷിയുടെ വീടിന്റെ ആധാരം പണയത്തിലായിരിക്കുമ്പോഴും ആ പേരിൽ പിരിച്ച 42 ലക്ഷം രൂപ സ്വന്തം കീശയിലാക്കാൻ CPM നേതാക്കൾക്ക് മടിയുണ്ടായില്ല. ഇതിനൊപ്പം തിരഞ്ഞെടുപ്പ് ഫണ്ടിലും പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും നടന്ന വെട്ടിപ്പുകൾ കൂടി ചേർത്താൽ കോടികളുടെ ക്രമക്കേടാണ് പയ്യന്നൂരിലെ വിപ്ലവകാരികൾ നടത്തിയത്. ഈ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നത് വി കുഞ്ഞികൃഷ്ണൻ എന്ന നേതാവാണ്. എന്നാൽ അദ്ദേഹത്തെ CPM കൈകാര്യം ചെയ്ത രീതിയാണ് ഏറ്റവും ലജ്ജാകരം. അഴിമതി നടത്തിയ DI മധുസൂദനൻ MLA സംരക്ഷിക്കുകയും സത്യം വിളിച്ചു പറഞ്ഞ സഖാവിനെ പുറത്താക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുതിയ കണ്ണൂർ ശൈലി പാർട്ടിയുടെ ജീർണതയുടെ ആഴം വ്യക്തമാക്കുകയാണ്. കൊലപാതക കേസുകളിലായാലും സാമ്പത്തിക തട്ടിപ്പിലായാലും തന്റെ ആളുകളെ സംരക്ഷിക്കുക എന്ന പിണറായി മോഡൽ ഭരണമാണ് ഇവിടെയും നടപ്പായത്. CPM പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായല്ല, മറിച്ച് ക്രിമിനൽ സംഘങ്ങളെയും ക്വാറി മാഫിയകളെയും സംരക്ഷിക്കുന്ന ഒരു സിൻഡിക്കേറ്റ് പോലെയാണ്. പയ്യന്നൂരിലെ റൂറൽ ബാങ്കിന്റെ പേരിൽ നടന്ന ഭൂമി ഇടപാടുകൾ ഇതിന് തെളിവാണ്. രക്തസാക്ഷികളുടെ ഫോട്ടോ കാണിച്ച് വോട്ട് ചോദിക്കുകയും അതേ രക്തസാക്ഷികളുടെ ഫണ്ടിൽ നിന്ന് നേതാക്കൾ വീതം വെച്ചെടുക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് പയ്യന്നൂരിലെ സാധാരണ അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന പുസ്തകം ഈ മാഫിയ ഭരണത്തിനുള്ള മറുപടിയാണ്. വിപ്ലവ മണ്ണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പയ്യന്നൂർ എന്ന CPM-ന്റെ രാഷ്ട്രീയ ജീർണതയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. അധികാരത്തിന്റെ തണലിൽ എന്ത് അഴിമതിയും നടത്താ എന്ന ധാർഷ്ട്യം ആ പാർട്ടിയുടെ തകർച്ചയുടെ തുടക്കമാണ്. സ്വന്തം രക്തസാക്ഷികളോട് പോലും നീതി പുലർത്താത്ത ഒരു പാർട്ടിക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയില്ല. സാധാരണഗതിയിൽ അഴിമതിക്കാരെ പുറത്താക്കേണ്ട പാർട്ടി ചെയ്തത് എന്താണെന്നും അഴിമതിക്ക് നേതൃത്വം നൽകിയ TI മധുസൂദനൻ MLA സംരക്ഷിക്കുകയും സത്യം വിളിച്ചു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇത് കാണിക്കുന്നത് പാർട്ടിക്കുള്ളിലെ അഴിമതിക്ക് മുകളിൽ നിന്നുള്ള അനുവാദമുണ്ടെന്നാണ്. ഇവിടെയാണ് പിണറായി വിജയന്റെ ഭരണശൈലി നിങ്ങൾ കാണേണ്ടത്. അഴിമതിക്കാരോട് വിട്ടുവീഴ്ചയില്ല എന്ന് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയിലെ MLA രക്തസാക്ഷി ഫണ്ട് മുക്കിയപ്പോൾ മൗനം പാലിക്കുകയാണ്. കണ്ണൂരിലെ പാർട്ടിയെ ഇന്ന് നിയന്ത്രിക്കുന്നത് കൊട്ടേഷൻ മാഫിയ സംഘങ്ങളാണ്. അവർക്ക് എന്ത് അഴിമതിയും ചെയ്യാം. പാർട്ടി അവരെ സംരക്ഷിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എതിർക്കുന്നവരെയോ തിരുത്തുന്നവരെയോ പുറത്താക്കുന്ന പിണറായിയുടെ അതേ രീതിയാണ് പയ്യന്നൂരിലും ആവർത്തിച്ചത്. അധികാരത്തിന്റെ ഹുങ്കിൽ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം നേതൃത്വം മറന്നുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും പറയാറുള്ളത് അഴിമതിയോട് കൂട്ടില്ല എന്നാണ്. എന്നാൽ സ്വന്തം MLA രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി ജനങ്ങൾ കാണുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് മുതൽ AI ക്യാമറ വിവാദം വരെ നീളുന്ന ആരോപണങ്ങൾ നേരിടുന്ന ഈ ഭരണകൂടത്തിന് സ്വന്തം നാട്ടിലെ ഒരു ചെറിയ അഴിമതി പോലും ഗൗരവമായി കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിലാണ് ഈ അഴിമതികളെല്ലാം സുരക്ഷിതമായി നടക്കുന്നത്. അഴിമതിയോട് കൂട്ടുനിൽക്കില്ല എന്ന് മൈക്കിന് മുന്നിൽ ഗർജിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം നാട്ടിലെ MLA രക്തസാക്ഷി ഫണ്ട് മുക്കിയപ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? സത്യം വിളിച്ചു പറഞ്ഞ വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുമ്പോൾ പിണറായി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിങ്ങൾ എത്ര വേണമെങ്കിലും കൊള്ളയടിച്ചോളൂ, പക്ഷേ പാർട്ടിയെയും എന്നെയും അനുസരിച്ച് മിണ്ടാതിരിക്കണം. ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്ന ഈ ഏകാധിപത്യ ശൈലിയാണ് ബംഗാളിലും ത്രിപുരയിലും CPM-നെ തകർത്തത്. അതേ പാതയിലാണ് കേരളത്തിലും പിണറായി പാർട്ടിയെ നയിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, CPM എപ്പോഴും വൈകാരികമായി ഉപയോഗിക്കുന്ന വാക്കാണ് രക്തസാക്ഷിത്വം. കൊല്ലപ്പെട്ട സഖാവ് ധനരാജിന്റെ കുടുംബത്തിനു വേണ്ടി പാവപ്പെട്ട പ്രവർത്തകർ തങ്ങളുടെ അന്നത്തിൽ നിന്ന് മാറ്റിവെച്ച് നൽകിയ പണത്തിലാണ് നേതാക്കൾ കൈയിട്ട് വാരിയത്. 42 ലക്ഷം രൂപയുടെ കുറവ് ആ ഫണ്ടിലുണ്ടെന്ന് പാർട്ടി കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടും
ആ പണം എവിടെ പോയി എന്ന് ചോദിച്ച് സഖാവിനെ പുറത്താക്കി. രക്തസാക്ഷിയുടെ വീടിന്റെ ആധാരം പണയത്തിലിരിക്കുമ്പോഴാണ് നേതാക്കൾ ഈ പണം പങ്കിട്ടെടുത്തത് എന്നത് ഓർക്കുമ്പോൾ ഇവരുടെ വിപ്ലവ പ്രസംഗങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാകും. രക്തസാക്ഷികളുടെ ചിതയടങ്ങും മുമ്പേ അവരുടെ പേരിൽ പിരിക്കുന്ന പണം നേതാക്കളുടെ ആഡംബരത്തിനും ബിസിനസിനും ഉപയോഗിക്കുന്ന ഒരു മാഫിയ സിൻഡിക്കേറ്റ് ആയി പാർട്ടി മാറിയിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് രക്തസാക്ഷികൾ എന്നത് അണികളെ ആവേശം കൊള്ളിക്കാനുള്ള ഉപകരണം മാത്രമായി മാറി. CV ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പിരിച്ച ലക്ഷങ്ങളാണ് നേതാക്കൾ കൊണ്ടുപോയത്. ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ ചോരയുണങ്ങും മുൻപേ അയാളുടെ പേരിൽ ചിട്ടിയും ബിസിനസ്സും തുടങ്ങാൻ മടിക്കാത്ത ക്രൂരതയാണ് പയ്യന്നൂരിലെ നേതാക്കൾ കാണിക്കുന്നത്. ധനരാജിന്റെ വീടിന്റെ ആധാരം പണയത്തിലിരിക്കുമ്പോൾ ആ പണം മുക്കിയ നേതാക്കൾക്ക് ഏത് വിപ്ലവത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്? കേരളം ഇന്ന് ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഒരു സിൻഡിക്കേറ്റ് ആണ്. അതിന്റെ അമരക്കാരൻ പിണറായി വിജയൻ. പയ്യന്നൂരിലെ MLA രക്തസാക്ഷി ഫണ്ട് തട്ടിയെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ തന്നെ ശരിവെച്ചതാണ്. എന്നിട്ടും ആ MLA-യെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് മടിയുണ്ടായില്ല. ഇതിനെതിരെ ശബ്ദമുയർത്തിയ V കുഞ്ഞികൃഷ്ണൻ എന്ന ആദർശശാലിയായ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുകച്ച് പുറത്തു ചാടിച്ചു. കൊള്ള നടത്തിയാലും കൂടെ നിന്നാൽ സംരക്ഷിക്കും, ചോദ്യം ചെയ്താൽ കൊന്നുകളയും. ഇതാണ് CPM-ന്റെ രീതി. പയ്യന്നൂരിലെ സംഭവങ്ങളിൽ രണ്ട് വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന്, അഴിമതി നടത്തിയ നേതാക്കൾ. രണ്ട്, ആ അഴിമതി ചൂണ്ടിക്കാട്ടിയ സത്യസന്ധനായ സഖാവ്. പക്ഷേ ഈ രണ്ട് വിഭാഗത്തോടും പാർട്ടി സ്വീകരിച്ച നിലപാടാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കൊല്ലപ്പെട്ട ധനരാജിന്റെ കുടുംബത്തിന് നൽകാൻ പാവപ്പെട്ട അണികൾ പിരിച്ച ലക്ഷ്യങ്ങൾ മുക്കിയ നേതാക്കൾക്ക് പാർട്ടിയിൽ സംരക്ഷണവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നു. കൊള്ള കണ്ടുപിടിച്ച് ചോദ്യം ചെയ്ത V കുഞ്ഞികൃഷ്ണൻ എന്ന നേതാവിനെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കം ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരനായ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പയ്യന്നൂരിൽ കണ്ടത്. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു സഖാവിന്റെ പേരിൽ പണം പിരിച്ചിട്ട് അത് നേതാക്കൾ പങ്കിട്ടെടുത്തു എന്ന് പറയുന്നത് വെറും അഴിമതിയല്ല, വലിയൊരു നെറികേടാണ്. പാവപ്പെട്ട അണികൾ തങ്ങളുടെ അന്നത്തിൽ നിന്ന് മാറ്റിവെച്ച് നൽകിയ ഓരോ രൂപയും നേതാക്കളുടെ ആഡംബരത്തിന് വേണ്ടിയാണോ എന്ന ചോദ്യം ഇന്ന് പയ്യന്നൂരിലെ ഓരോ വീട്ടിലുമുണ്ട്. ഇവിടെ ഏറ്റവും മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊള്ള കണ്ടുപിടിച്ച് ചോദ്യം ചെയ്ത സഖാവിനെ പാർട്ടി പുറത്താക്കി എന്നതാണ്. നന്നാവണം എന്ന് പറയുന്നവരെ അല്ല, മറിച്ച് മിണ്ടാതെ കൂടെ നിൽക്കണം എന്ന് പറയുന്നവരെയാണ് പിണറായി വിജയന്റെ പാർട്ടിക്ക് വേണ്ടത്. അധികാരത്തിന്റെ തണലിൽ എന്ത് തോന്നിയാസവും ചെയ്യാം എന്നൊരു ലൈനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. താഴെ തട്ടിലെ സാധാരണ അണികളെയും അവരുടെ വികാരം പരിഗണിക്കാത്ത നേതാക്കളും ഇന്ന് ഒരു മാഫിയ സംഘത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിന് പകരമായി ജനങ്ങൾ പ്രതീക്ഷിച്ചത് വികസനവും സമാധാനവുമാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്നത് ഇത്തരം ഫണ്ട് തട്ടിപ്പുകളും അഴിമതികളുമാണ്. സ്വന്തം രക്തസാക്ഷിയുടെ വീടിന്റെ ആധാരം പണയത്തിൽ നിന്ന് വീട് വെക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഇവർക്ക് എങ്ങനെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും? ഈ അഹങ്കാരവും അഴിമതിയും തുടർന്നാൽ ഒരിക്കൽ തങ്ങളെ വളർത്തിയ ഇതേ പയ്യന്നൂരിലെ മണ്ണിൽ തന്നെ ഈ പ്രസ്ഥാനം ഇല്ലാതാകുന്ന കാഴ്ചയാകും വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. പയ്യന്നൂരിലെ ഫണ്ട് വെട്ടിപ്പിനെ വെറുമൊരു സാമ്പത്തിക ക്രമക്കേടായി മാത്രം കാണാൻ കഴിയില്ല. കണ്ണൂരിലെ CPM-നുള്ളിൽ വളർന്നു വരുന്ന കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ സ്വാധീനവും ഇതിന് പിന്നിലുണ്ടാവാം. പാർട്ടിക്ക് വേണ്ടി എന്ത് ക്രിമിനൽ പണിയും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, പകരം ഞങ്ങളുടെ അഴിമതിക്ക് പാർട്ടി കുടപിടിക്കണമെന്ന ഒത്തുതീർപ്പിലാണ് പല നേതാക്കളും മുന്നോട്ട് പോകുന്നത്. ഇന്ന് പയ്യന്നൂരിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിലെ മറ്റ് പാർട്ടി ഗ്രാമങ്ങളിലും ആവർത്തിക്കാം. രക്തസാക്ഷിത്വം എന്നത് നേതാക്കൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു ബിസിനസ് മാത്രമായി മാറുമ്പോൾ അവിടെ കമ്മ്യൂണിസം മരിക്കുകയല്ലേ? അധികാരം തലയ്ക്ക് പിടിച്ച നേതാക്കൾ ഒന്നോർക്കുന്നത് നന്നായിരിക്കും. അണികളില്ലെങ്കിൽ നിങ്ങളില്ല. പയ്യന്നൂരിലെ അണികൾ കണ്ണു തുറന്നാൽ ആ ചുവപ്പ് കോട്ട വെറും മണ്ണ് കൊട്ടാരമായി തകർന്നു വീഴാൻ അധിക സമയം വേണ്ടിവരില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.